വാട്സപ്പ് വന്നു, കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് വാട്സപ്പിൽ ഗ്രൂപ്പ് വന്നത്. ആ ആ അല്ലേ, വാട്സപ്പ് വാട്സപ്പിൽ ഗ്രൂപ്പ് വന്നു. അപ്പൊ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ ഹരി എന്ന് പറഞ്ഞ ഒരുത്തനൊക്കെ ഉണ്ട്. ഹരി ഞാനും ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ധർമ്മജനെ അതിൽ ആഡ് ചെയ്തു. അപ്പൊ ധർമ്മജൻ ഈ ഗ്രൂപ്പ് വന്നത് അറിഞ്ഞിട്ടില്ല. അപ്പൊ എന്നെ രാവിലെ വിളിച്ചേക്കോ, എടാ നിന്റെ വാട്സപ്പിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ ചോദിച്ചില്ല, നീയും ഹരിയും മിണ്ടണമെന്ന് എനിക്ക് കേൾക്കാന്ന്. ആ ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, പുതിയ സാധനം വന്നതാണ്, നീ അതിനകത്തുണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾ പറയണ എനിക്ക് കേൾക്കാന്ന്. ആര്യ ചേച്ചി, ആര്യ നമ്മുടെ ഇത് തുടങ്ങുന്ന സമയത്ത്, ബിടായങ്ങളവ് തുടങ്ങുന്ന സമയത്ത് ഒരു പുതിയ ആള് വേണം, അതിലാണ് പെൺവേഷം കെട്ടണ്ട എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ ഡ്രസ്സും ചേരുന്ന വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു 30 വയസ്സ് താഴെയുള്ള ഒരാളെങ്കിലും അതിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ആലോചിച്ച് ഒരു ടേപ്പ് ഇട്ട് കണ്ട് അവരുടെ വേറൊരു പെർഫോമൻസ് കണ്ടിട്ട് അതിലോട്ട് വിളിച്ചുകൊണ്ട് വന്ന ആളാണ് ആര്യ. വളരെ ആദ്യം തന്നെ ആര്യ ചേച്ചിനെ തന്നെ കാസ്റ്റ് ചെയ്തത് അതിനകത്തേക്ക്? ആര്യ ചേച്ചിനെ തന്നെയാണോ അതിലേക്ക് ആദ്യം തന്നെ കാസ്റ്റ് ചെയ്തത്? അല്ല, വേറൊരാളെ ആദ്യം ഒന്ന് ആലോചിച്ചിരുന്നു. നോക്കി വക്കത്തെത്താറായപ്പോഴത്തേക്ക് അയാള് ഒരു ഹീറോയിനായിട്ട് പോയി മലയാള സിനിമയില്. അങ്ങനെ പോയതുകൊണ്ട് പിന്നെ അത് മാറി ആര്യ വന്നതാണ്. അപ്പൊ ആര്യ വളരെ ഡ്രസ് സെൻസ് ഉള്ള ഒരാളാണ്, വളരെ നല്ല ഡാൻസറാണ്.